നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നിങ്ങൾ ഗൂഗിൾ ഫോംസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഡയറക്റ്റ് ലിങ്ക് കാണാം. ഇതുപോലെ ഗൂഗിൾ ഫോംസിന് ഡയറക്റ്റ് ലിങ്ക് കാണാം. അതുപോലെ സെർച്ച് വഴി കിട്ടുന്ന റിസൾട്ടും കാണാൻ പറ്റും. നമുക്ക് സെർച്ച് റിസൾട്ട് വഴി പോവാം ബ്രൗസറിലേക്ക്. ഒന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗൂഗിൾ ഫോമിൻ്റെ ഹോം പേജ് കാണാൻ പറ്റും. അപ്പോൾ അതിലൂടെയാണ് നമ്മൾ പുതിയൊരു ഫോം ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെ ഓപ്ഷൻസ് എടുക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ കാണുന്ന ഈ ഗോ ടു ഗൂഗിൾ ഫോംസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അപ്പോൾ ഒരു പുതിയ ഗൂഗിൾ ഫോമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് നമ്മുടെ ആ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവുക ഒരു പുതിയ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്യുമ്പോൾ. ഇതിൽ നമുക്കിതിനൊരു ടൈറ്റിൽ വേണം. ഈ ഒരു ഫോം കൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരു സാമ്പിളായിട്ട് എന്തെങ്കിലും ഒരു പേര് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെ തന്നെ ആ ഒരു ടൈറ്റിലൊരു ഡിസ്ക്രിപ്ഷനും കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണോ ഈ ഒരു ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യൻസ് ഇതിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ പോലെ ആദ്യം തന്നെ നമുക്ക് ഒരാളുടെ ഒരു ഡാറ്റ എടുക്കുമ്പോൾ നമ്മൾ അയാളുടെ ഒരു പേര് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നു. അതിൻ്റെ ക്വസ്റ്റ്യൻ ഏത് രീതിയിൽ വരണം എന്നും കൂടി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ മൾട്ടിപ്പിൾ ചോയ്സ് എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ ഒരു ഷോർട്ട് ആൻസർ ആക്കി മാറ്റുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ ഫില്ല് ചെയ്യാനുള്ള ഒരു കോൾ അവിടെ റെഡിയായി. ഇനി താഴെ കാണുന്ന ഈ റിക്വയർഡ് എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ അതൊരു റിക്വയർഡ് ഫീൽഡായി മാറി, നിർബന്ധമായിട്ട് ഫില്ല് ചെയ്യണം. പിന്നെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാനാണെങ്കിൽ താഴെ കാണുന്ന ലെഫ്റ്റ് സൈഡിലുള്ള പ്ലസ് ബട്ടൺ ഒന്ന് അമർത്തുക. അപ്പോൾ അടുത്തൊരു പുതിയ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാൻ അവിടെ നമ്മൾ എന്താണ് ക്വസ്റ്റ്യൻ ആഡ് ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ആൻസർ അത് ഷോർട്ട് ആൻസർ പോലെ തന്നെ നമ്മുടെ ഏജാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു ഷോർട്ട് ആൻസർ കൊടുക്കുക. നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ കൊടുത്തു, അതിനുള്ളൊരു ഫീൽഡും കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻസ് മൾട്ടിപ്പിൾ ചോയ്സ് കൊടുക്കാം, അതുപോലെ ഷോർട്ട് ആൻസർ കൊടുക്കാം. നമ്മൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ പോലെ ഉണ്ടാവും നമ്മൾ എന്ത് ആൻസർ അവിടെ സെലക്ട് ചെയ്യണം എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ എസ് ഓർ നോ കൊടുക്കാം. അങ്ങനെയെല്ലാം കൊടുത്തിട്ട് ഇനി ഈ ഫോം നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും, ഒരു ഫോമിൻ്റെ ലിങ്ക് ആക്കിയിട്ട് നമ്മൾ നോക്കാം. നമുക്ക് ആ സെൻഡിൻ്റെ ഐക്കൺ എടുക്കുക, ഈ കണ്ട്, എന്നിട്ട് ഈ മിഡിലുള്ള ഈ ഐക്കൺ എടുക്കുക. അവിടെ നമുക്ക് അതിൻ്റെ ലിങ്ക് കിട്ടും. അതിന് തൊട്ട് താഴെ തന്നെ ഷോർട്ടൻ URL എന്ന് കാണാൻ പറ്റും. അതൊന്ന് ചെക്ക് ഇൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു URL ആയിട്ട് നമുക്ക് വാട്സപ്പിലും നമുക്ക് ഗ്രൂപ്പുകളിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റിയ രീതിയിൽ ഒരു ലിങ്ക് ആയിട്ട് കിട്ടും. അത് കോപ്പി ചെയ്യുക. എന്നിട്ട് നമുക്ക് ആ ഫോം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. എങ്ങനെയാണ് ഇപ്പോൾ ആ ഗൂഗിൾ ഫോം ആയിട്ടുള്ളത് നോക്കാൻ. ആ ലിങ്ക് ഞാൻ ഇവിടെ തന്നെ എൻ്റെ ബ്രൗസറിൽ തന്നെ ഓപ്പൺ ചെയ്യാണ്. യെസ്, നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ആദ്യത്തെ ഫീൽഡ് നെയിമിൻ്റെ ഫീൽഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നമുക്ക് അത് റിക്വയർഡ് ഫീൽഡായി മാറി. അതുപോലെ ഏജിൻ്റെത്, പിന്നെ അടുത്തത് മൊബൈൽ നമ്പറിൻ്റെ ഫീൽഡ്. അപ്പോൾ അതിങ്ങനെയൊക്കെ ഫില്ല് ചെയ്താലും നമുക്ക് ഇതുപോലെ തന്നെ ഗൂഗിൾ ഫോമിൻ്റെ പുതിയൊരു അപ്ഡേഷനാണ്. റൈറ്റ് സൈഡിൽ ക്ലിയർ ഫോം എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ ക്ലിയർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ ഡാറ്റകൾ മുഴുവൻ ക്ലിയർ ചെയ്ത് രണ്ടാമത് ഫില്ല് ചെയ്യാനുള്ളൊരു ഓപ്ഷനാണത്. നമുക്കൊന്ന് സാമ്പിളായിട്ട് ഇത്രയും ഡാറ്റകളൊന്ന് കൊടുത്തിട്ടൊന്ന് സബ്മിറ്റ് ചെയ്ത് നോക്കാം. ആ ഡാറ്റ ഇവിടെ ഫില്ലായി വന്നിട്ടുണ്ട്, സബ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അതിന് ഒരു റെസ്പോൺസ് വേണം. അപ്പോൾ എനിക്ക് തന്നെ രണ്ടാമതൊരു ഡാറ്റ കൂടി കൊടുക്കണം. അപ്പോൾ ഒരാൾക്ക് തന്നെ എത്ര വേണമെങ്കിലും ഡാറ്റ ഫില്ല് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു ഗൂഗിൾ ഫോമാണ് വേണ്ടതെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നും കൂടി വേറൊരു ഡാറ്റ കൂടി കൊടുക്കുകയാണ് എൻ്റെ പേരിൽ തന്നെ. സെയിം ഗൂഗിൾ ഫോമിൽ സെയിം ഡിവൈസ് തന്നെ വെച്ചിട്ട് നമുക്ക് എത്രയും ഇത് കൊടുക്കാൻ പറ്റുന്നൊരു ഗൂഗിൾ ഫോമാണ് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ആ ഡാറ്റയും നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. തിരിച്ച് നമ്മൾ വീണ്ടും നമ്മൾ ഗൂഗിൾ ഫോം ക്രിയേറ്റ് ചെയ്ത അതേ പേജിലേക്ക് വരുന്നു, അതിൻ്റെ സെറ്റിങ്സിൻ്റെ പേജിലേക്ക്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തല്ലോ, ഒരേ ആൾക്ക് തന്നെ 2-3 തവണ റെസ്പോൺസ് ചെയ്യുന്ന അതിൻ്റെ റിസൾട്ടാണ് അവിടെ കാണുന്നത്. ആ റിസൾട്ട് നമുക്കൊരു ഗൂഗിൾ എക്സൽ ഷീറ്റിലേക്ക് നമുക്ക് കിട്ടുന്ന രീതിയാണ് ഈ എക്സലിൻ്റെ ഐക്കണിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, ഈ കാണുന്ന ഐക്കണിൽ. അപ്പോൾ അതൊരു എക്സൽ ഷീറ്റായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് കിട്ടും. ഒരു എക്സൽ ഷീറ്റായിട്ട് നമുക്ക് എഡിറ്റബിൾ എക്സൽ ഷീറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ വിട്ട് നമ്മൾ ഗൂഗിൾ ഫോമിൻ്റെ സെറ്റിങ്സിലേക്ക് തന്നെ വരാം. ആ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടു ഒരാൾക്ക് തന്നെ എത്ര വേണമെങ്കിലും ഡാറ്റ സബ്മിറ്റ് ചെയ്യുന്ന ആ ഒരു ഓപ്ഷൻ, അത് നമുക്ക് ശരിക്കും അത് ഒഴിവാക്കാം. കാരണം പല ഫോമുകളും പല ക്വസ്റ്റ്യൻസും നമുക്കിങ്ങനെ ആയിരിക്കും, ഒരാൾ ഒറ്റ തവണ മാത്രം സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് ഉള്ള ഓപ്ഷനാണ് ലിമിറ്റ്
ടു 1 റെസ്പോൺസ് എന്നുള്ളത്. അപ്പോൾ ഒരാൾക്ക് ഒരു ഫോണിൽ നിന്ന് ഒരു ഡിവൈസ് ഉപയോഗിച്ച് ഒറ്റ തവണ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിലേക്ക് അത് മാറും. പിന്നെ അതുപോലെ കളക്ട് ഇമെയിൽ അഡ്രസ്സ് എന്നുള്ള അതും കൂടി ഒന്ന് ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഈ ചെയ്യുന്ന ആളുടെ ഇമെയിൽ ID ഓട്ടോമാറ്റിക്കായിട്ട് കളക്ട് ചെയ്യപ്പെടും. എന്നിട്ട് നമ്മൾ ആ ഫോം നേരത്തെ സബ്മിറ്റ് ചെയ്ത ഫോം ഒന്നും കൂടി റിഫ്രഷ് ചെയ്ത് നോക്കാം. ഒരു ഫ്രഷ് ഫോമായിട്ട് അത് ഫില്ല് ചെയ്യാം നമുക്ക്. ഇപ്പോൾ അവിടെ മെയിൽ ID ഫീൽഡ് വന്നിട്ടുണ്ട്. നേരത്തെ ഉള്ള പോലെ ബാക്കി 3 ഫീൽഡുകളുണ്ട്. ഇനി ഞാനത് സബ്മിറ്റ് കൊടുക്കുമ്പം ആ ഡാറ്റ ഹാസ് ബീൻ റെക്കോർഡഡ് എന്ന് കണ്ടു. പക്ഷേ അവിടെ സബ്മിറ്റ് അനദർ റെസ്പോൺസ് എന്നുള്ള ഓപ്ഷൻ പോയി. കാരണം എനിക്ക് ഒറ്റ തവണ മാത്രമേ ഈ ഫോം ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ ആർക്കാണെങ്കിലും. ആ രീതിയിലേക്ക് നമ്മൾ അതിൻ്റെ സെറ്റിങ്സ് മാറ്റി. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അലോ റെസ്പോൺസ് എഡിറ്റിംഗ് എന്നുള്ള ഭാഗം സെറ്റിങ്സിൽ പോയിട്ട് ചെയ്യാം. എന്നിട്ട് നമ്മൾ വീണ്ടും നേരത്തെ സബ്മിറ്റ് ചെയ്ത ഫോമിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഒന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ എഡിറ്റ് യുവർ റെസ്പോൺസ് എന്ന് കാണാൻ പറ്റും. അപ്പോൾ അതെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ കുറച്ച് മുന്നേ നമ്മൾ ലാസ്റ്റ് സബ്മിറ്റ് ചെയ്ത ഡാറ്റയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു സെറ്റിങ്സ് എഡിറ്റ് റെസ്പോൺസ് കൊടുക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ചെറിയ ബേസിക് ആയിട്ടുള്ള ചെറിയ കസ്റ്റമൈസേഷൻസ് ഒക്കെ നോക്കാം. ഇതിനൊരു ഹെഡ് സ്റ്റൈൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഐക്കൺ എടുത്തു കഴിഞ്ഞാൽ നമുക്കതിൽ കയറാൻ പറ്റും. അതിൻ്റെ കളറൊക്കെ ഒന്ന് തീമിൻ്റെ കളർ മാറ്റാം. അതുപോലെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ അതിന് വേണമെങ്കിൽ ഒരു ഹെഡർ സെറ്റ് ചെയ്യാൻ ഒരു ഹെഡർ ഏതെങ്കിലും ഒരു പിക്ചർ ഇതിൽ തന്നെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ നിന്ന് നമ്മുടെ ഫോണിൽ നിന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഗൂഗിൾ ഫോം. ഇങ്ങനെ നമുക്ക് ഗൂഗിൾ ഫോം ഒരൊറ്റ Gmail ID വെച്ചിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും ഗൂഗിൾ ഫോം ഉണ്ടാക്കാം. അതിൻ്റെ റെസ്പോൺസ് ഷീറ്റ് നമുക്കൊരു എക്സലായിട്ട് നമുക്ക് എടുക്കുകയും ചെയ്യാം. ഓരോരുത്തർ സബ്മിറ്റ് ചെയ്യുന്ന ഡാറ്റ നമുക്ക് ഈ ഒരു എക്സൽ ഷീറ്റ് നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പർപ്പസ് അനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു എക്സൽ ഷീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. ഈ ഒരു ഫോം ഇപ്പോൾ നിലവിൽ ആക്റ്റീവായി കിടക്കുകയാണ്. അതായത് നമുക്ക് ഇപ്പോൾ ഈ ഫോമിൻ്റെ ലിങ്ക് ആർക്ക് ഷെയർ ചെയ്ത് കൊടുത്താലും അതിൽ ഇതുപോലെ ഡാറ്റകളൊക്കെ ഫില്ല് ചെയ്തിട്ട് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഈ ഫോം ഒന്ന് ഡീആക്റ്റീവ് ആക്കണം അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന അക്സെപ്റ്റിംഗ് റെസ്പോൺസ് എന്നുള്ളത് ഓണായി കിടക്കണം. അതൊന്ന് ജസ്റ്റ് ഓഫ് ചെയ്ത് കൊടുത്താൽ നോട്ട് അക്സെപ്റ്റിംഗ് റെസ്പോൺസ് ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ആ ഫോം നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റില്ല. അതായത് പുറത്തുനിന്ന് ഒരാൾക്ക് ഓപ്പൺ ആക്കാൻ പറ്റാത്ത രീതിയിലേക്കായി മാറിയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട് ദ ഫോം ഡാറ്റ കളക്ഷൻ ഈസ് നോ ലോങ്ങർ അക്സെപ്റ്റിംഗ് റെസ്പോൺസ്. അത് ക്ലോസ് ആയി കഴിഞ്ഞു. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ഗൂഗിൾ ഫോം ഉണ്ടാക്കുന്നതും അത് അൺലിങ്ക് ചെയ്യുന്നതും ഡീആക്ടിവേഷനൊക്കെ ചെയ്യുന്നത്.